നമസ്കാരം. ന്യൂസ് 18 ഇന്ത്യയിലേക്ക് സ്വാഗതം. സുശാന്ത് സിംഗിന്റെ മരണത്തിലെ അന്വേഷണത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ തർക്കങ്ങൾക്ക് തൽക്കാലം വിട. കുടുംബവും ബീഹാർ സർക്കാരും ആഗ്രഹിച്ചതുപോലെ CBI അന്വേഷണത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് അനുമതി ലഭിച്ചു. റിയ ചക്രവർത്തിയുടെ അപേക്ഷ തള്ളപ്പെടുകയും ചെയ്തു. പക്ഷേ വിവാദങ്ങളും ആരോപണങ്ങളും ദുരൂഹതകളും ഇനിയും ബാക്കിയാണ്. This is Mahendra Singh Dhoni. My brother has become Mahendra Singh Dhoni. एक मिनट Sorry figure. Sorry figure. Priyanka Singh. We are so proud of this. We should cut a Dhoni figure. Not a sorry figure. Yeah. अरे सुशांत का है ये रहा. सुबह को जब हम नींद से जागे आँख उन्हीं से चार हुई रात कली एक ख्वाब में आई और गले का हार हुई. क्या बात, वाह वाह वाह. ബോളിവുഡ് നടൻ സുശാന്ത് സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ സംസ്കാരം നടക്കും മുൻപേ ആരംഭിച്ചതാണ്. ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം സുശാന്തിന് ഇല്ലായിരുന്നുവെന്നാണ് കുടുംബത്തിന് പറയാനുണ്ടായിരുന്നത്. മരണത്തിന് പ്രേരിപ്പിച്ചത് ബോളിവുഡിലെ കുടുംബവാഴ്ചയാണെന്ന ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ ഉയർന്നു. ഇതോടെ സമ്മർദ്ദത്തിലായ മുംബൈ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കരൺ ജോഹർ, മഹേഷ് ഭട്ട്, സഞ്ജയ് ലീല, ബൻസാലി തുടങ്ങി 100-ലേറെ പേരെ ചോദ്യം ചെയ്തു. പക്ഷേ കേസെടുക്കാതെയുള്ള അന്വേഷണത്തിൽ കുടുംബത്തിന് അതൃപ്തിയുണ്ടായതോടെ സുശാന്തിന്റെ മരണത്തിന് രാഷ്ട്രീയ മണവും കൈവന്നു. സുശാന്തിന്റെ കുടുംബത്തിന് BJPയുമായുള്ള അടുത്ത ബന്ധമാണ് ഇതിലേക്ക് നയിച്ചത്. മഹാരാഷ്ട്ര സർക്കാരിന് എതിരെയുള്ള ആയുധമാക്കി മാറ്റുകയായിരുന്നു ലക്ഷ്യം. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരവെയാണ് സുശാന്തിന്റെ സുഹൃത്തായ റിയ ചക്രവർത്തിയിലേക്ക് സംശയം നീളുന്നത്. സുശാന്തിന്റെ സഹോദരിയും അച്ഛനും ഒക്കെയാണ് ആദ്യം സംശയം പ്രകടിപ്പിച്ചത്. അതിനു കാരണങ്ങൾ നിരവധിയുണ്ടായിരുന്നു താനും. സുശാന്ത് വിഷാദരോഗത്തിന് മരുന്ന് കഴിക്കാൻ തുടങ്ങിയത് റിയയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നായിരുന്നു അതിൽ ആദ്യം ഉയർന്നത്. പിന്നീട് സുശാന്തിന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പണം മാറ്റിയതും റിയയ്ക്കെതിരെ തിരിയാൻ കുടുംബത്തെ പ്രേരിപ്പിച്ചു. ചില വാട്സപ്പ് സന്ദേശങ്ങളും ആരോപണങ്ങളുടെ മൂർച്ച കൂട്ടി. ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടെ ബീഹാർ പോലീസ് കേസെടുത്തു. അന്വേഷണത്തിനായി പോലീസ് സംഘത്തെ മുംബൈയിലേക്ക് അയക്കുകയും ചെയ്തു. ഈ നീക്കവും രാഷ്ട്രീയ വാക്കുതർക്കങ്ങളിലാണ് ഒടുവിലെത്തിയത്. പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും CBI അന്വേഷണം എന്ന നിലപാടാണ് ബീഹാർ സർക്കാർ കൈക്കൊണ്ടത്. ബീഹാറിൽ കേസ് രജിസ്റ്റർ ചെയ്തതിനെയും CBI അന്വേഷണത്തെയും എതിർത്ത് റിയ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ഇതോടെ മഹാരാഷ്ട്ര സർക്കാരും ബീഹാർ സർക്കാരും കേസിൽ കക്ഷികളായി. I'm Sushant Singh Rajput's sister, Shweta Singh Kirti, and I request everyone to stand together and demand for CBI inquiry for Sushant. We deserve to know the truth. We deserve justice for Sushant. Otherwise, we will never find closure. We won't be able to live a peaceful life. तहे दिल से आप सबसे रिक्वेस्ट है कि हम एकजुट होकर CBI इंक्वायरी की मांग करें, क्योंकि हमें सच जानने का हक है. The nation wants to know what happened with Sushant Singh Rajput. Justice for Sushant. CBI for SSR. We want CBI for Sushant Singh Rajput. We deserve to know the truth.
ഒടുവിൽ അന്വേഷണത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് പരിസമാപ്തി. അന്വേഷണത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മുംബൈ ബീഹാർ പോലീസ് CBI കൈമാറാൻ നിർദ്ദേശിച്ചു. पटना में जो FIR हुआ है उसको उन्होंने सही बताया है, तो हम परिवार की तरफ से आभार व्यक्त करते हैं उच्चतम न्यायालय का, करोड़ों लोगों का आभार व्यक्त करते हैं, तमाम चैनल्स का हम आभार व्यक्त करते हैं जिन लोगों ने इस मुहिम को यहाँ तक पहुँचाया। और अब आशा उम्मीद जगी हुई है कि CBI जांच होगी तो निश्चित रूप से सुशांत को न्याय मिलेगा, ये तसल्ली हम लोगों को हो गया है। तमाम चीज़ें दूध का दूध पानी का पानी साफ हो जाएगा, ये आशा उम्मीद हम लोग को जगा हुआ है। സുപ്രീം കോടതി വിധി അംഗീകരിക്കുന്നു എന്നതിന് അപ്പുറം മഹാരാഷ്ട്ര സർക്കാരിനോ മുംബൈ പോലീസിനോ ഒന്നും പറയാനില്ലായിരുന്നു. We are yet to receive a copy of the order. एक बार हमें ऑर्डर की कॉपी प्राप्त होगी, हम ऑर्डर को एग्जामिन करके और उसके बाद आगे फर्दर कोर्स ऑफ एक्शन हम डिसाइड करेंगे. अभी तक कॉपी हमको प्राप्त नहीं है. वी आर अवेटिंग द ऑर्डर. वी हैव आल्सो स्पोकन टू आवर एडवोकेट्स इन सुप्रीम कोर्ट टू सेंड अस द कॉपी एट द अर्लिएस्ट. പ്രളയത്തിൽ പുറത്തുവന്ന ഭരണപാളിച്ചകൾ മറയ്ക്കാൻ ബീഹാറിലെ നിതീഷ് കുമാർ സർക്കാരിന് കിട്ടിയ അവസരമായിരുന്നു സുശാന്തിന്റെ കേസ്. आज जो निर्णय दिया है, जो देश के जनमानस का आवाज था, हम लोग जो मांग कर रहे थे, आज सुप्रीम कोर्ट ने उस पर मुहर लगाने का काम किया. और मैं धन्यवाद देता हूं माननीय मुख्यमंत्री नीतीश कुमार जी को, जो उनके पिता ने गुहार लगाया और माननीय मुख्यमंत्री नीतीश कुमार जी ने केंद्र को अपना दस्तावेज भेजा और अनुशंसा को मुहर लगाने का काम किया. മഹാരാഷ്ട്രയിലെ BJP നേതാക്കളും ചുമ്മാതിരുന്നില്ല. जिस प्रकार से इस केस का हैंडलिंग महाराष्ट्र में हुआ है, मुझे लगता है महाराष्ट्र सरकार ने इस पर आत्मचिंतन करना चाहिए. हम ये अपेक्षा करते हैं कि CBI जल्द से जल्द इसमें इन्वेस्टिगेशन करेगी और इस सारे केस को और सुशांत सिंह राजपूत के जो करोड़ों फैंस हैं या उनको चाहने वाले लोग हैं, ऐसे सभी को जल्द से जल्द न्याय मिलेगा, ऐसी अपेक्षा हम करते हैं. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം തുടങ്ങിയ CBI അന്വേഷണം ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് സുശാന്തിന്റെ കുടുംബം. NGOകൾ നിരവധിയുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും അല്ലാതെയുമായി അത്തരം നിരവധി സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഓപ്പൺ ഐ ഫൗണ്ടേഷൻ. കോവിഡ് കാലത്തെ വേറിട്ട പ്രവർത്തനങ്ങളാണ് ഇവരെ ഇന്ന് വാർത്തകളിൽ ഇടം പിടിപ്പിച്ചത്. പഞ്ചാബിലെ മൊഹാലിയിൽ പ്രവർത്തിക്കുന്ന NGO ആണ് ഓപ്പൺ ഐ ഫൗണ്ടേഷൻ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് ഈ സംഘടന. സന്ദീപ് കുമാർ എന്ന അധ്യാപകനാണ് ഈ NGO മൊഹാലിയിൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചത്. പഠന സഹായം മാത്രമല്ല, പഠനം ഉറപ്പാക്കുക കൂടി ഇവർ ലക്ഷ്യമിട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു നൽകുകയും അവർക്കായി പുസ്തകം കണ്ടെത്തി നൽകുകയുമൊക്കെ അവർ ചെയ്യും. കോവിഡ് എത്തിയതോടെ അവരുടെ പ്രവർത്തന മേഖല കുറച്ചുകൂടി വിപുലപ്പെട്ടു എന്ന് പറയാം. മിക്ക സംസ്ഥാനങ്ങളിലും ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങിയതോടെ പല വിദ്യാർത്ഥികൾക്കും ക്ലാസുകൾ അപ്രാപ്യമായി തുടങ്ങി. ചേരികളിൽ താമസിക്കുന്ന നിർധനരായ കുട്ടികൾക്ക് സൗജന്യമായി പുസ്തകങ്ങൾ എത്തിച്ചു നൽകുകയാണ് സന്ദീപ് കുമാറും കൂട്ടരും. ഇതിനായി അവർ കണ്ടെത്തിയത് വേറിട്ട മാർഗമാണ്. സഞ്ചരിക്കുന്ന ലൈബ്രറി. ഒരു ചെറിയ 4 ചക്ര വാഹനം കണ്ടെത്തി അതിൽ പുസ്തകങ്ങൾ നിറച്ച് ഇവർ ഓരോ ചേരികളിലായി എത്തും. അവിടെയുള്ള കുട്ടികൾക്ക് പുസ്തകങ്ങൾ സൗജന്യമായി നൽകും. പലരിൽ നിന്നും പഴയതും പുതിയതുമായ പുസ്തകങ്ങളാണ് ഓപ്പൺ ഐ ഫൗണ്ടേഷൻ വിദ്യാർത്ഥികൾക്കായി നൽകുന്നത്. ക്ലാസുകൾ പോലെ പഠിക്കാനുള്ള സൗകര്യവും പ്രധാനമാണ്. അതില്ലാതെ പഠനം നടത്തുക അസാധ്യമാണ്. ഈ തിരിച്ചറിവാണ് അടിസ്ഥാനപരമായി വേണ്ടത്. പുസ്തകങ്ങളില്ലാതെ പഠനം ദുഷ്കരമാണെന്ന് മനസ്സിലാക്കിയാണ് സന്ദീപ് കുമാർ സഞ്ചരിക്കുന്ന ലൈബ്രറി എന്ന ആശയം പ്രാവർത്തികമാക്കിയത്.
എന്നൊക്കെ കഥകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നും ഭൂതപ്രേതങ്ങൾ വസിക്കുന്നു എന്ന കഥകൾ പലയിടത്തും സജീവമായി തുടരുന്നു. പ്രേതബാധയുടെ പേരിൽ ഇന്ത്യയിൽ പ്രശസ്തമായൊരു കോട്ടയുണ്ട്, ഭാൻഗഡ്. ഭാൻഗഡിനെ കുറിച്ചാണ് അറിയാത്ത ഇന്ത്യയിൽ അടുത്തത്. അക്ബർ ചക്രവർത്തിയുടെ സഭയിലെ രത്നങ്ങളിലൊന്നായ മാൻസിംഗിന്റെ സഹോദരൻ മാധോ സിംഗിനു വേണ്ടി അച്ഛനും കൽവാ രജപുത്ര രാജാവായ ഭഗവന്ത് ദാസാണ് കോട്ട പണി കഴിപ്പിച്ചത്. 16-ാം നൂറ്റാണ്ടിലാണ് ഇതെന്നാണ് കരുതപ്പെടുന്നത്. മുഗൾ ഭരണം ക്ഷയിച്ചതോടെ 1720-ൽ രജപുത്ര രാജാവായ ജയ്സിംഗ് രണ്ടാമൻ ഭാൻഗഡ് പിടിച്ചെടുത്തു. ഇതിനുശേഷം ഭാൻഗഡിന് പഴയ പ്രതാപം വീണ്ടെടുക്കാനായില്ല. ക്ഷയിച്ചു തുടങ്ങിയ ഭാൻഗഡിനെ തുടർച്ചയായി ഉണ്ടായ വരൾച്ചയെ തുടർന്ന് ആളുകളും ഉപേക്ഷിച്ചു തുടങ്ങി. 1783ഓടെ ഭാൻഗഡ് ജനവാസമില്ലാത്ത മേഖലയായി മാറി. പക്ഷേ ഇതൊന്നുമല്ല ഭാൻഗഡിനെ പേടിപ്പെടുത്തുന്നത്. ഇവിടുത്തെ ഭൂതപ്രേതങ്ങളുടെ സാന്നിധ്യമാണ്. കഥകൾ പലതുണ്ട്. ഇതിൽ ഏറെ പ്രശസ്തം ഭാൻഗഡ് രാജകുമാരി രത്നാവതിയുമായി ബന്ധപ്പെടുത്തിയുള്ള കഥയാണ്. രാജകുമാരിയെ ഒരു ദുർമന്ത്രവാദി പ്രണയിച്ചിരുന്നു. ഒരിക്കൽ രാജകുമാരിയെ മയക്കാൻ മന്ത്രവാദി ഒരു മരുന്ന് നൽകി. എന്നാൽ ചതി മനസ്സിലാക്കിയ രാജകുമാരി മരുന്നു കൊണ്ടുവന്ന പാത്രം ഒരു പാറയിലേക്ക് എറിഞ്ഞു. ആ പാറ ഉരുണ്ടു മന്ത്രവാദിയുടെ ദേഹത്ത് വീണു. മരണത്തിന്റെ വക്കിലെത്തിയ മന്ത്രവാദി രാജകുമാരിയും കുടുംബവും നശിക്കുന്നതായി മന്ത്രം ജപിച്ചു. ഇതിനു പിന്നാലെ ഇതോടുകൂടി പ്രേതബാധ ഉണ്ടെന്ന കഥ കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്തു. മനോഹരമായ കോട്ട, കോട്ടയ്ക്കുള്ളിൽ കൊട്ടാരങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും അവശിഷ്ടങ്ങൾ. മനോഹരമായ ഈ കോട്ട കാണാൻ ഇന്നും പലരും എത്തുന്നു. इतना बोरियत लगी, मेरे बच्चों से बोल रहा था कि गलत जगह आ गए, लेकिन लौट करके जैसे हमने एक गाइड मिला, हमको गाइड से हमने बात करी, उसने ये पूरा बताया, तब थोड़ा जाके इंटरेस्टेड लगा कि हाँ ये क्या चीज़ है क्या नहीं है। जैसे अभी ये पुराना जयपुर बताते हैं, जैसे नया जयपुर वहाँ बसा हुआ है, बड़ी चौपट, छोटी चौपट, जौहरी बाजार, ये सारी चीज़ें यहाँ पे है, वही सेम चीज़। अब थोड़ा सा इंटरेस्टेड लगा लौट करके देखने में कि हाँ ये सारी चीज़ें। बहुत बुरा एक्सपीरियंस था। यही सोच के आए थे कि बहुत अच्छा लगेगा, कुछ तो देखने को मिलेगा। एटलीस्ट एक तो पूरे टाइम वीडियो कैमरा ऑन था और कुछ भी नहीं दिखा, नहीं आया। പ്രേതബാധ കേട്ട് എത്തുന്നവരുമുണ്ട്.
പക്ഷേ സർക്കാർ നിയമം ഉള്ളതിനാൽ രാത്രികാല പ്രേതപരിശോധന അധികം നടക്കാറില്ല. എന്നിരുന്നാലും കോട്ട കണ്ട് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർ നിരവധിയാണ്. ഹിൽ സ്റ്റേഷനുകളിലേക്കുള്ള തണുപ്പ് തേടിയുള്ള യാത്രകൾ എല്ലാവർക്കും എക്കാലത്തും പ്രിയങ്കരമാണ്. വിനോദസഞ്ചാരികളുടെ ബഹളമില്ലാത്ത ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായ ഒരു സ്ഥലമുണ്ട് ഹിമാചൽ പ്രദേശിൽ, ഗജിയാർ. എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സംസ്ഥാനം. ഓരോ മുക്കും മൂലയും അതിമനോഹരമായ ദൃശ്യഭംഗി കൊണ്ട് നിറഞ്ഞ പ്രദേശം. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല തലസ്ഥാനം പോലും ഹിമാചൽ പ്രദേശിലായിരുന്നു. അതിനാൽ തന്നെ ദേശീയ അന്തർദേശീയ വിനോദസഞ്ചാരികളുടെ തിക്കും തിരക്കുമാണ് ഇവിടുത്തെ പല ഹിൽ സ്റ്റേഷനൊക്കെ തന്നെയാണ് ഗജിയാർ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന ധൗലാധർ മലനിരകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. വനവും സുന്ദരമായ താഴ്വരയും ചെറിയ കുന്നുകളും തടാകവും അരുവിയും നിറഞ്ഞ മനോഹരമായ പ്രദേശം. നിറയെ പൈൻ മരങ്ങളും കുന്നുകളും ഒപ്പം മൃഗങ്ങൾക്ക് മേയാൻ സാധിക്കുന്ന തരത്തിൽ പുല്ല് നിറഞ്ഞ താഴ്വാരങ്ങളുമൊക്കെ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. കുന്നിൻ പ്രദേശമായതിനാൽ സാഹസികരായ സഞ്ചാരികൾക്ക് അതിനുള്ള നിരവധി അവസരങ്ങളാണ് ഇവിടെയുള്ളത്. പാരാസെയിലിംഗ്, റോൾ ബോൾ എന്നിവയ്ക്ക് ഇവിടെ സൗകര്യമുണ്ട്. മരങ്ങളും വനവും കുന്നും നിറഞ്ഞ ഈ പ്രദേശം ട്രക്കിങ്ങിന് അനുകൂലമാണ്. കുതിരസവാരിക്കും അനുയോജ്യമാണ് ഇവിടെ. ഗജിയാറിലെ പ്രധാന ആകർഷണമാണ് ഇവിടുത്തെ തടാകം. ദേവീക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഈ തടാകത്തിന്റെ സ്രോതസ് ഗജിയാറിലൂടെ ഒഴുകുന്ന ന്യൂസ് 18 ഇന്ത്യ പൂർണ്ണമാവുന്നു. കൂടുതൽ കാഴ്ചകളുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.